ഹലോ, എന്റെ വോയിസ് ക്ലിയർ ആയിരുന്നോ? Yes, ഇല്ലായിരുന്നു sir. ഹലോ, സർ, ഇപ്പൊ കേൾക്കുന്നത്. ഇപ്പഴാ കേൾക്കുന്നത്. അന്നേരം ഞാൻ ഇത്രയും പറഞ്ഞെല്ലാം വെറുതെ അല്ലേ? ഓക്കെ, സോറി. അന്നേരം ഞാൻ പറഞ്ഞ ഒന്നും നിങ്ങൾ കേട്ടില്ല ഇതുവരെ പറഞ്ഞത്? ഇല്ല. ഇല്ല. ആഹാ, ഞാനാണെങ്കിൽ ഇവിടെ ഞാൻ കരുതി നിങ്ങൾക്ക് മനസ്സിലാകാത്തുണ്ട്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ഓൾറെഡി എക്കണോമിക്സ് ക്ലാസ്സിൽ എന്റെ ഇരുന്നവരാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആ ക്ലാസ്സുകളിലൂടെ ഒരുവിധം സ്റ്റാറ്റിക് ആയിട്ടുള്ള പാർട്ടുകളൊക്കെ മനസ്സിൽ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ക്രാഷ് കോഴ്സ് ആയിരുന്നു, പക്ഷെ ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ മാക്സിമം ഞാൻ തരാൻ ശ്രമിച്ചിട്ടുണ്ട്. മെറ്റീരിയൽസും തന്നായിരുന്നു. നിങ്ങൾക്കത് വർക്ക്ഔട്ട് ചെയ്ത് ഓക്കെ ആയിട്ടുണ്ടോ? കംഫർട്ടബിൾ ആയിട്ട് നോക്കിയായിരുന്നോ കുറച്ച്? അതെ നോക്കിയായിരുന്നു സർ. ആർഷർപ്പ്? ഓക്കെ. സോ ഇന്ന് നമ്മള് നമ്മുടെ എക്കണോമിക്സിലെ ഡൈനാമിക് പാർട്ടിലേക്കാണ് കടക്കുന്നത്. ഡൈനാമിക് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണ്. ഈ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം ഞാൻ പറയുമ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിപ്പിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സെക്ഷനിൽ ഞാൻ ഇന്ന് 18-ാം തീയതി ആണല്ലോ. 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസത്തെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള എക്കണോമിക് സർവേയും ബഡ്ജറ്റും ഞാൻ ഡിസ്കസ് ചെയ്യും. സോ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഞാൻ 17, 15, 14 ഈ മാസങ്ങളിലെ ഈ മാസത്തെ ഇന്നലെ മുതൽ ബാക്കിലോട്ട് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. അത് കഴിഞ്ഞിട്ട് എക്കണോമിക് സർവേയും ബഡ്ജറ്റും ഡിസ്കസ് ചെയ്യും. സോ ഞാനൊരു സാമ്പിൾ ആയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി തന്നു പോവുകയാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അത് നോക്കി നിങ്ങൾ പോയാൽ മതി. സോ റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ ഒരു ഐഡിയ കിട്ടിയല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ നമ്മൾ പ്രിലിംസ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു മെയിൻസ് പെർസ്പെക്റ്റീവിലും കൂടെ ഉള്ള ആദ്യത്തെ ന്യൂസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇത് നമ്മുടെ ഈ ഇന്നലത്തെ ന്യൂസ് ആണ്. ഇന്നലത്തെ ന്യൂസ് ആണ്. നമ്മുടെ എഡിറ്റോറിയലിൽ കണ്ടിട്ടുള്ള ഒരു എഡിറ്റോറിയൽ വർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ചെറിയൊരു കോണ്ടെക്സ്റ്റ് ആണ് ഞാൻ തരുന്നത്. When India launched the National Rural Livelihood Mission NRLM in 2011 under the Ministry of Rural Development, it did so with the ambitious objective to tackle multidimensional poverty by ending rural households to access gainful employment and suitable livelihoods through self-employment, financial inclusion and learning new skills. So, ഈ ഒരു ന്യൂസിന്റെ തുടക്കമാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയുടെ റൂറൽ എക്കോണമി. ഇന്ത്യൻ റൂറൽ എക്കോണമിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഞാൻ അന്നേരം നിങ്ങളുടെ കുറച്ച് ഫാക്ടുകൾ ചോദിക്കുവാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ അറിയാവോ? എന്താണ് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഇനീഷ്യേറ്റീവ്? 2011 കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ് ഏതായിരുന്നു? ഞാനിപ്പം പറഞ്ഞു. ഏതാണ്? നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഓക്കെ, ലൈവ്ലിഹുഡ് മിഷൻ. ഇതൊരു സക്സസ് ആണോ? സക്സസ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, NRLM പേര് ഇന്നും NRLM എന്ന് തന്നെയാണോ? നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറയുന്ന ഗവൺമെന്റ് 2021 ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ഒരു മിഷൻ, ഇല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ്, ഇല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യേറ്റീവിന്റെ പേര് ഇപ്പോഴും ഇത് തന്നെയാണോ? ആണോ? അല്ല. ഇപ്പൊ എന്തുവാന്നറിയാവോ? ദീൻ ദയാൽ അന്ത്യോദയ യോജന എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. 2015 ഇതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. ദീൻ ദയാൽ അന്ത്യോദയ യോജന എന്നാണ് ഇപ്പൊ ഉള്ള പേര്. അത് മനസ്സിൽ വെക്കുക. ഓക്കെ, നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം, 2011 ഇത് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ വേൾഡ് ബാങ്കിന്റെ സപ്പോർട്ടോട് കൂടെ തന്നെ കൊണ്ടുവന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സക്സസ് ആക്കാനായിട്ട് പാർഷ്യലി വേൾഡ് ബാങ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് എന്ത് ഒബ്ജക്റ്റീവ് ആയിരുന്നു? എന്തായിരുന്നു ഈ ഒരു മിഷന്റെ ഒബ്ജക്റ്റീവ്? നമ്മുടെ റൂറൽ ഏരിയയിലെ പോവേർട്ടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു മിഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, അന്നേരം നമ്മൾ ഈ ഒരു പ്രോജക്ട്സ് സക്സസ് ആയോ ഇല്ലയോ എന്നറിയാനായിട്ട് നമ്മൾ എന്താണ് എടുക്കുന്നത്? മൾട്ടി ഡൈമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ്.
മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് വന്നു ഇല്ലെങ്കിൽ താഴോട്ട് പോയെന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്ന കാര്യം പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലിവിങ് സ്റ്റാൻഡേർഡ്സ് തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് നോക്കുന്നത്. നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ ഗ്ലോബലി മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആരാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഗ്ലോബലി പബ്ലിഷ് ചെയ്യുന്നത്? എനി ഐഡിയ? ലോകത്ത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്ന ആരാണ്? ചാറ്റ് ചെയ്താൽ മതി, എനിക്ക് അൺമ്യൂട്ട് ചെയ്തും പറയാം. ആരാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്? എനി ഐഡിയ? UNDP ആണ്. ആരാണ്? UNDP ആണ്. ഈ UNDPയുടെ കാര്യങ്ങളൊക്കെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന സമയത്ത് UNDP പബ്ലിഷ് ചെയ്യുന്നതാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. നമ്മൾ ലാസ്റ്റ് 2023 പബ്ലിഷ് ചെയ്തതിനകത്ത് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ അൺസ്റ്റാക്കിംഗ് ഗ്ലോബൽ പോവർട്ടി ഡേറ്റ ഫോർ ഹൈ ഇമ്പാക്ട് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. മാത്രമല്ല ഇന്ത്യയില് ഇതേപോലെ തന്നെ നീതി ആയോഗം എന്താണ് ഇതേപോലെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിന്റെ റിപ്പോർട്ട് തരുന്നുണ്ട്. ഓക്കെ, നമ്മൾ 2023 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ഹൗസ് ഹോൾഡ് സർവേയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇട്ടിട്ടുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ ജസ്റ്റ് നോക്കുക, ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത് സത്യം പറഞ്ഞ ഒരു മെയിൻസിൽ ഒരു ക്വസ്റ്റ്യന്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ഓക്കെ, നമ്മൾ മെയിൻസിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്. ഓക്കെ, റൂറൽ പോവേർട്ടി ഇൻ ഇന്ത്യ വേഴ്സസ് ഡിസ്പേസ് മൾട്ടിപ്പിൾ വെൽഫെയർ സ്കീംസ് critically examine the structural challenges in addressing rural poverty and suggest reforms for more effective last mile delivery. Okay, 10 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ മെയിൻസിന് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വായിക്കേണ്ടത്. ഓക്കെ, അന്നേരം നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ എക്കണോമിക് സർവേയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ റൂറൽ ഏരിയയുടെ പ്രത്യേകതകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ഏകദേശം 66% ആൾക്കാർ താമസിക്കുന്ന റൂറൽ ഇന്ത്യയിലാണ്. മാത്രമല്ല റൂറൽ ഇന്ത്യയിലെ ഒരു 55-60% ആൾക്കാർ വർക്ക് ചെയ്യുന്ന എവിടാണ്? അഗ്രികൾച്ചറിലാണ്. അതിൽ തന്നെ 15% വർക്ക് ഫോഴ്സ് എന്താണ്? അഗ്രികൾച്ചറിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വേൾഡ് ബാങ്ക് പറയുന്നതനുസരിച്ച് എന്താണ് 5.3% ഓഫ് പോപ്പുലേഷൻ എന്താണ്? എക്സ്ട്രീം പോവേർട്ടി നേരിടുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരിൽ 2/3 എന്താണ്? റൂറൽ ഏരിയയിലാണ്. ഓക്കെ, മാത്രമല്ല 1,00,000 താഴെയാണ് 70% ആൾക്കാർ ഏൺ ചെയ്യുന്നത്. നബാർഡ് പറയുന്ന അനുസരിച്ച് എന്താണ്? ആവറേജ് മന്ത്ലി ഇൻകം എന്താണ്? 10,218 ആണ്. പിന്നീട് റൂറൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് PLFS, ഓക്കെ, നമ്മുടെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ അനുസരിച്ച് 2026 4.2%. സോ ഇതൊക്കെ ഡേറ്റാസ് ആണ്. ഒരു ഡിസ്ക്രിപ്റ്റീവ് ആൻസർ എഴുതുമ്പോൾ നമ്മൾ അവിടെ നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UNDP ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഓക്കെ, 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, UNDPയുടെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അനുസരിച്ച് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഈ 3 കാര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ പുവർ ആണോ അല്ലേ എന്നുള്ള കാര്യം ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ന്യൂട്രീഷൻ, ചൈൽഡ് മോർട്ടാലിറ്റി, ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, സ്കൂൾ അറ്റൻഡൻസ്, കുക്കിംഗ് ഫ്യൂവൽ, സാനിറ്റേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, ഹൗസിംഗ്, അസറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്താണ്? ഇതിന്റെ സബ് ഡിവിഷൻസ് ആണ്, സബ് കാറ്റഗറീസ് ആണ്. ഇതെല്ലാം നമ്മളൊന്ന് നോക്കേണ്ട ആവശ്യമുള്ളതാണ്. ഇതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഞാൻ നോട്ട് തരുമ്പോൾ ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മതി. പാരഡോക്സ് ഓഫ് പ്ലെന്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. പാരഡോക്സ് ഓഫ് പ്ലെന്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യത്തിലധികം ആൾക്കാര് എവിടെ ഉണ്ട്? ഒരു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആവശ്യത്തിലധികം ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഗുണമില്ല. അതാണ് പാരഡോക്സ് ഓഫ് പ്ലെന്റി എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ കുറവാണ്, പ്രൊഡക്ടിവിറ്റി കുറവാണ്, അതോടൊപ്പം തന്നെ എന്താണ്? നമ്മുടെ ഡിസ്കേസ്ഡ് അൺഎംപ്ലോയ്മെന്റ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അവിടെ തന്നെ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 എന്ന് പറയുന്ന ഡോക്യുമെന്റിനെ കുറിച്ച് നോക്കുക. അതിനകത്ത് പറയുന്ന
കുറച്ച് ഡേറ്റാസും കൂടെ ആഡ് ചെയ്യുക. സോ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആൻസർ എഴുതുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആഡ് ചെയ്യുക. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് തന്നെയാണ്. ഓക്കെ, സോ നമ്മുടെ ആ ഒരു പ്രോഗ്രാമിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് തൽക്കാലം വലിയ ആവശ്യമില്ല, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സോ ഇനി നമ്മൾ MCQ സെക്ഷനിലേക്ക്, ഞാൻ അവിടെ പറഞ്ഞതിനകത്ത് നിന്ന് കുറച്ച് MCQs വരുന്നതാണ്, പക്ഷേ നമ്മൾ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാം. ഇതും 17-ാം തീയതിയിലെ ഒരു ഡേറ്റയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ദ യൂറോപ്യൻ യൂണിയൻ ഹാസ് അലൗഡ് ദ 1 month sanctions waiver on buying Russian oil already on the water to expire and will not be extending it. US Treasury Secretary Scott Bessent said in a press briefing in Washington. So ഇവിടെ പറയുന്ന കാര്യം ഞാൻ ആദ്യം എന്താന്ന് പറഞ്ഞുതരാം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഏത് കൺട്രിയിൽ നിന്നാണ്? കുറച്ച് ഡേറ്റാസ് പഠിക്കണം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ എക്സ്പോർട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ക്യാൻ എനിവൻ ആൻസർ? ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരുടെ ഓയിലാണ്? ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് കൺട്രിയുടെ ഓയിലാണ് ഏറ്റവും കൂടുതൽ? ആർക്കെങ്കിലും അറിയാവോ? ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, റഷ്യൻ ആണ്. റഷ്യൻ ഓയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ റഷ്യൻ ഓയിൽ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കാരണം എന്താണ്? ചീപ്പറാണ്. ചീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കൺട്രീസ് ചാർജ് ചെയ്യുന്നതിനെക്കാട്ടിലും റേറ്റ് കുറച്ചെന്ന് പറഞ്ഞാൽ സബ്സിഡൈസ്ഡ് ആയിട്ടാണ് എവിടെ നിന്ന് നമുക്ക് ഓയിൽ കിട്ടുന്നത്? റഷ്യനിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ ഈ സബ്സിഡൈസേഷൻ കുറെ നാളായിട്ട് കുറയുന്നുണ്ട്. മാത്രമല്ല ഈ അമേരിക്ക, ഓക്കെ, അമേരിക്ക ഇപ്പൊ റഷ്യക്ക് മേലെ കുറെ എന്താണ് സാങ്ഷൻസും കാര്യങ്ങളും എല്ലാം വെച്ചതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്ന്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ എന്താണ് ഹാപ്പിനെസ് ഉള്ള കാര്യമല്ല. മാത്രമല്ല ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ഡേറ്റ പറയുകയാണെങ്കിൽ ഒരു 30-40% വരെ നമ്മൾ ഓയിൽ കൺസ്യൂം ചെയ്യുന്ന എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മുകളിൽ ഓവർ ഡിപ്പെൻഡൻസ് ആകുന്നുണ്ടോ എന്നുള്ള ഒരു പ്രഷറും ഉണ്ട്. ആ കാര്യമാണ് നമ്മൾ ഈ ഒരു ന്യൂസ് കട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ശ്രദ്ധിക്കുക, US ആണെങ്കിൽ എന്താണ്, റഷ്യൻ ഓയിൽ വാങ്ങിക്കാനായി കുറച്ച് 1 മാസവും കൂടെ സമയം നീട്ടി നൽകി, ഓക്കെ, എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറയാമോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ ഇത്രയും പറഞ്ഞതിനകത്ത്? ഞാന് തുടക്കം ആയതുകൊണ്ടാണ് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഒരു 3-4 ഡേയ്സിലെ കറണ്ട് അഫയേഴ്സ് തന്നിട്ട് നമ്മൾ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പെട്ടെന്ന് സ്പീഡെ ഓടിച്ചിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, സോ ക്ലിയർ ആവുന്നുണ്ടല്ലോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ആർഷ, മീൻസ് ഇതുവരെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഓക്കെ ആണ്. സാർ ഒന്നും കേൾക്കുന്നില്ല.
ഭാഷ കേൾക്കുന്നുണ്ടല്ലോ? എനിക്ക് ജസ്റ്റ് എന്തോ ഒരു പ്രശ്നം വന്ന് കട്ടായി പോയതാണ്. പ്ലീസ് വെയിറ്റ്. ഓക്കെ അല്ലേ? വോയിസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആണ് സാർ, ഇപ്പം കേൾക്കാം. ഞാൻ ഒന്ന് ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ആക്സസ് വാങ്ങിച്ചോട്ടെ. എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഇനി one second. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഓയിൽ ഓയിലിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയായിരുന്നു? റഷ്യ ആയിരുന്നു. ഞാൻ ജസ്റ്റ് ടീച്ചറിനെ ഒന്ന് കോൾ ചെയ്തോട്ടെ. ഗീവ് മി 1 second. സർ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ 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 ടീച്ചറെ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ പറഞ്ഞ കണക്ക് ഇന്ത്യ എന്താണ്, ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി വളരെ എന്താണ് കൂടുന്നുണ്ട്. ആരുമായിട്ട്? റഷ്യയായിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് ഡേറ്റാസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റഷ്യ ഇന്ത്യക്ക് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റിലാണ് എന്ത് തന്നുകൊണ്ടിരുന്നത്? നമുക്ക് ഓയിൽ തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ റഷ്യ, ഇപ്പം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് റഷ്യ, സെക്കൻഡ് ഇറാഖ്, തേർഡ് സൗദി അറേബ്യ, ഫോർത്ത് UAE, അത് കഴിഞ്ഞിട്ട് USA എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ ആ ഒരു കണക്ക് പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുവാണെങ്കിൽ $40 വരെ സബ്സിഡി തന്നിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പൊ എന്താണ്, വെറും തുച്ഛമായിട്ടുള്ള $6 എന്താണ് സബ്സിഡി നമുക്ക് തരുന്നത്. ഓക്കെ, അതൊരു ജസ്റ്റ് കണക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ മുമ്പ് എന്താണ് തന്നിരുന്ന 2022 അത്രയും ഡിസ്കൗണ്ട് തന്നിരുന്നത് ഇപ്പം വളരെയധികം എന്താണ് കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മള് 2020 ഉള്ളത് വെച്ച് നോക്കിയാൽ ഓക്കെ, വെറും 2% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് 37% 2025 കൂടുന്നുണ്ട്. പക്ഷെ റീസെന്റ് നോക്കുവാണെങ്കിൽ ആ 37 നിന്ന് താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനും കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ന്യൂസിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ ഏറ്റവും കൂടുതൽ നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. ഈ ഡിപ്പെൻഡൻസി കുറച്ച് നാളായിട്ട് കുറയുന്നുണ്ട്. മാത്രമല്ല റഷ്യ നമുക്ക് തരുന്ന സബ്സിഡി കുറയുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വെക്കുക. പിന്നീട് ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 തരത്തിലുള്ള അക്കൗണ്ട് ഉണ്ട്. ഇപ്പം നമ്മള് ഇത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മള് ഈ ഒരു ഓയില് നമ്മളിങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു, തിരിച്ച് പേയ്മെന്റ് കൊടുക്കുന്നു. ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് എല്ലാം നടത്തുമ്പോൾ ഈ പേയ്മെന്റ് കിട്ടുന്നത് ഏത് മെക്കാനിസത്തിലാണ്, ഏത് ബാങ്കിലാണെന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതിപ്പോ നമുക്ക് പഠിക്കാൻ നോസ്ട്രോ അക്കൗണ്ടും ഉണ്ട്, വോസ്ട്രോ അക്കൗണ്ടും ഉണ്ട്. എന്തൊക്കെയാണ്? നോസ്ട്രോ അക്കൗണ്ടും ഉണ്ട്, വോസ്ട്രോ അക്കൗണ്ടും ഉണ്ട്. എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ റീസെന്റ് ആയിട്ടുള്ള വേറൊരു ന്യൂസ് താണ്ട കാണിച്ചു തരുവാണ്. 2025 ഡിസംബറിലുള്ളതാണ്. എന്താണ്? 38%. ഓക്കെ, റഷ്യൻ ഇമ്പോർട്ട് നമ്മൾ കുറച്ചിട്ടുണ്ട്, എന്നാലും ഡിപ്പെൻഡൻസി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നോസ്ട്രോ അക്കൗണ്ടും വോസ്ട്രോ അക്കൗണ്ടും എന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, നോസ്ട്രോ അക്കൗണ്ട് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മള്
ഓക്കെ, നമ്മുടെ ഇന്ത്യക്ക് ഇതിന് സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യമാണ് അവർ മണി, ഓക്കെ, യുവർ ബാങ്ക്. എന്താണ് അവർ മണി ഓൺ യുവർ ബാങ്ക്? ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ SBI, നമ്മുടെ രാജ്യത്തുള്ള ഒരു ബാങ്ക് ആയിട്ടുള്ള SBI ഒരു അക്കൗണ്ട് തുടങ്ങിയത് അമേരിക്കയിലെ ഒരു ബാങ്കിലാണ്. എക്സ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ബാങ്കിൽ SBI അക്കൗണ്ട് തുടങ്ങി. എന്നിട്ട് എന്താണ്, അവിടെ അവരുടെ കറൻസിയിൽ ഡോളറിൽ ഇട്ടേക്കുവാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോസ്ട്രോ അക്കൗണ്ട്. വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഫസ്റ്റ് കൺസെപ്റ്റ് എന്താണ്? നോസ്ട്രോ അക്കൗണ്ട്. നോസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ SBI ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തു. ഓക്കെ, എവിടെ? അമേരിക്കയിൽ നമ്മുടെ SBI ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് അവിടെ തന്നെ അമേരിക്കൻ ഡോളറിൽ പൈസ ഇടുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോസ്ട്രോ അക്കൗണ്ട്. ഓക്കെ, അത് ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെയാണ് വോസ്ട്രോ അക്കൗണ്ട്. വോസ്ട്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യുവർ മണി ഓൺ ഡെപ്പോസിറ്റ് അറ്റ് അവർ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. അമേരിക്കയിലെ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി ഇന്ത്യയിലെ SBIയിൽ ഒരു അക്കൗണ്ട് എടുത്തു. എന്നിട്ട് ഇന്ത്യൻ റുപ്പിയിൽ പൈസ ഇവിടെ ഇട്ടേക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോസ്ട്രോ അക്കൗണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോസ്ട്രോ അക്കൗണ്ടില് SBI നമ്മുടെ പൈസയാണ്. നമ്മുടെ പൈസ അവരുടെ ബാങ്കിലിട്ട് അവരുടെ കറൻസിയിൽ വെച്ചേക്കുവാണ്. അതേസമയം അത് ഇങ്ങനെ ആലോചിച്ചാൽ അത് നോസ്ട്രോ വോസ്ട്രോ. വൈ എന്ന് പറഞ്ഞാൽ യുവർ മണി, അവരുടെ മണി നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഇന്ത്യൻ കറൻസിയിൽ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ റഷ്യയിൽ നിന്ന് ഓയിൽ നമ്മൾ വാങ്ങിച്ചു. റഷ്യയിൽ നിന്ന് എന്ത് വാങ്ങിച്ചു? ഓയിൽ വാങ്ങിച്ചു. ഈ ഓയിൽ വാങ്ങിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും പണം കിട്ടുന്നത്? നോസ്ട്രോ അക്കൗണ്ടിലാണോ വോസ്ട്രോ അക്കൗണ്ടിലാണോ കിട്ടുന്നത്? ഒന്ന് ലോജിക് അനുസരിച്ച് ആലോചിച്ച് നോക്കേ. റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങിച്ചു, അത് നോസ്ട്രോ അക്കൗണ്ടിലാണോ വോസ്ട്രോ അക്കൗണ്ടിലാണോ കിട്ടുന്നത്? പറയാവുന്നു, ഒന്ന് ചിന്തിക്കുക. നമ്മൾ ഓയിൽ വാങ്ങിച്ചു, നമ്മൾ അവർക്ക് പൈസ തിരിച്ചു കൊടുക്കണം. അത് നോസ്ട്രോ അക്കൗണ്ട് വഴിയായിരിക്കോ വോസ്ട്രോ അക്കൗണ്ട് വഴിയായിരിക്കോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, അത് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇന്ത്യ, ആർഷ ബിൻസു കത്തുന്നുണ്ടോ? ഇന്ത്യ റഷ്യയിൽ നിന്ന് എന്ത് വാങ്ങിച്ചു? ഓയിൽ വാങ്ങിച്ചു. അപ്പോ ഇന്ത്യ അവർക്ക് പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുക്കുമ്പോ ഏത് അക്കൗണ്ടിൽ പൈസ കിടക്കുന്നതാണ് ഇന്ത്യക്ക് നല്ലത്? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ക്ലാരിറ്റി ഞാൻ വരുത്തിയെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നു, അന്നേരം അവർക്ക് പേയ്മെന്റ് കൊടുക്കണം. പേയ്മെന്റ് കൊടുക്കാനായിട്ട് നോസ്ട്രോ അക്കൗണ്ടിലാണോ വോസ്ട്രോ അക്കൗണ്ടിലാണോ പൈസ ഇടുന്നത് നല്ലത്? ഏതാണ്? ഈ നോസ്ട്രോയിലാണ് പൈസ വേണ്ടത്. നമുക്ക് നമ്മുടെ കറൻസി ഇപ്പൊ നോസ്ട്രോയിൽ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ പൈസ അവരുടെ ബാങ്കിൽ, ഇപ്പം ഈ നോസ്ട്രോ അക്കൗണ്ടിലാണ് നമുക്ക് ഫണ്ട് വേണ്ടത്. പക്ഷെ നമ്മുടെ പല സിറ്റുവേഷനിലും ഓക്കെ നേരെ തിരിച്ച് വോസ്ട്രോ അക്കൗണ്ടിലായിരിക്കും നമുക്ക് പൈസ കിട്ടുന്നത്. ഇങ്ങനൊരു പേയ്മെന്റ് മെക്കാനിസത്തിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പൈസ നമ്മളാണെങ്കിൽ എക്സ്പോർട്ട് നടത്തി കഴിയുമ്പോൾ അവര് പൈസ ഇടുന്നത് എവിടെ ആയിരിക്കും? നമ്മുടെ SBI നമ്മുടെ ഇവിടെ കൊണ്ടുവന്നായിരിക്കും, ഇന്ത്യൻ കറൻസിയിൽ. അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടോ? ഇല്ല. വോസ്ട്രോ അക്കൗണ്ടിലാണ് നമ്മുടെ ഈ ഓയിൽ പേയ്മെന്റിലൂടെ കിട്ടുന്ന പൈസ വരുന്നത്. പക്ഷെ നോസ്ട്രോ അക്കൗണ്ടിലാണ് നമുക്ക് ആ ഫണ്ട് വേണ്ടത്. ഇത് ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഡേറ്റാസ് ആണ് ഇത്. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇനി ഇത് 17-ാം തീയതിയിലെ ന്യൂസ് ആണ്. ഒന്നാമത്തെ ന്യൂസ് എന്തായിരുന്നു? നമ്മൾ ആദ്യം ഇതിന്റെ എല്ലാം ഞാൻ ഒരു PDF കണക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്നാമത്തത് നമ്മുടെ എഡിറ്റോറിയലിലെ റൂറൽ എക്കോണമിയെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വന്ന എന്താണ്? നമ്മുടെ ഈ ഒരു ഓയിൽ ഡിപ്പെൻഡൻസ്, റഷ്യ ആയിട്ടുള്ള ഓയിൽ ഡിപ്പെൻഡൻസ്, അതിന്റെ ഡൈനാമിക് ആണ്. നമ്മൾ ഇതെല്ലാം ഒരു മെയിൻസ് പെർസ്പെക്റ്റീവും കൂടാണ് ആദ്യമായോണ്ട്. ഇനിയുള്ള സ്പീഡ് ഞാൻ വിട്ടു പോകും. മെയിൻസ് പെർസ്പെക്റ്റീവിലും കൂടെ ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഓക്കെ, ഇനി അടുത്തത് CBA. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാർബൺ ടാക്സ്. നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് കാർബൺ ടാക്സ്. നമ്മൾ പൊല്യൂഷൻ കുറയ്ക്കണം, നമ്മുടെ രാജ്യത്തെ എന്ത് കുറയ്ക്കണം? പൊല്യൂഷൻ കുറയ്ക്കണം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ
നമ്മളെ ഇപ്പൊ വളരെ പ്രധാനമായിട്ടും കൊണ്ടുവരുന്ന ഒരു സാധനമാണ് കാർബൺ ടാക്സ്. ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ, ഇന്ത്യയിൽ കാർബൺ ടാക്സ് ഉണ്ടോ ഇല്ലയോ? ഇന്ത്യ കാർബൺ ടാക്സ് ഡൊമസ്റ്റിക്കലി ഏർപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്കകത്ത് കാർബൺ ടാക്സ് ഉണ്ടോ ഇല്ലയോ? ഡൊമസ്റ്റിക്കലി നമ്മൾ കാർബൺ ടാക്സ് എന്താണ് ഇമ്പോസ് ചെയ്യാറുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? ധൈര്യമായിട്ട് യെസ് ഓർ നോ പറഞ്ഞോളൂ. യെസ് ഇല്ലെങ്കിൽ നോ, ഒരു വാക്ക് പറയുന്ന കാര്യമല്ലേ ഉള്ളൂ. നോ, നമ്മള് ഇവിടെ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയില്ല. നമുക്ക് ആ ന്യൂസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ദി യൂറോപ്യൻ യൂണിയൻ is planning to include 180 more products under the scope of its carbon border adjustment mechanism. ഇവിടെ ഒരു വാക്ക് കണ്ടു, എന്താണ്? കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. ഓക്കെ, ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യ എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്താറുണ്ട്. ഇവിടെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള, യൂറോപ്യൻ യൂണിയൻ ഇതാന്ന് കരുതി, ഈ റെഡ് വരച്ചിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ. നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയനിലേക്ക് എന്ത് നടത്താറുണ്ട്? എക്സ്പോർട്ട് നടത്താറുണ്ട്. നമ്മൾ പല പ്രൊഡക്ട്സ് യൂറോപ്യൻ യൂണിയനിലേക്ക് നമ്മൾ എന്ത് നടത്താറുണ്ട്? എക്സ്പോർട്ട് നടത്താറുണ്ട്. പക്ഷെ ഇനി ഒരു കണ്ടീഷൻ വരിക. നമ്മള് ഈ ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു രാജ്യത്തിനകത്ത് അവര് കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ യൂറോപ്യൻ യൂണിയൻ, ഇവിടെ പറയുന്ന യൂറോപ്യൻ യൂണിയൻ ആണ്, ഇപ്പൊ യൂറോപ്യൻ യൂണിയനകത്ത് കാർബൺ ടാക്സ് ഉണ്ട്. അതേസമയം യൂറോപ്യൻ യൂണിയനകത്ത് ഈ കാർബൺ ടാക്സിന്റെ ബേസിലുള്ള മെക്കാനിസം ആണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇന്ത്യക്ക് കാർബൺ ടാക്സ് ഉണ്ടോ? ഇല്ല. ഈ കാർബൺ ടാക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു പ്രൊഡക്റ്റ് 100 രൂപയുടെ ആണ്. ആ 100 രൂപയുടെ പ്രൊഡക്റ്റ് കാർബൺ എമിഷൻ, പൊല്യൂഷൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ വിൽക്കാനാണെങ്കിൽ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിൽ എന്താണ്? കാർബൺ ടാക്സ് എന്ത് ചെയ്യും? ചുമതലപ്പെടുത്തും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇത്രേ ഉള്ളൂ. നമ്മളെ ഒരു ഡൊമസ്റ്റിക് ഏരിയയില് കാർബൺ ടാക്സ് ഇല്ലെങ്കിൽ, യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്ന എന്താണ്? അവർ കൊണ്ടുവരുന്നതാണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. ഇതിലൂടെ കാർബൺ ടാക്സ് ഇല്ലാത്ത ഒരു രാജ്യത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് യൂറോപ്യൻ യൂണിയനിലേക്ക് വിൽക്കാൻ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അതിന്റെ മുകളിൽ എക്സ്ട്രാ കാർബൺ ടാക്സ് ചുമത്തും. ഓക്കെ, അതാണ് ഈ ഒരു മെക്കാനിസം. ഓക്കെ, ഇവിടെ ന്യൂസ് ശ്രദ്ധിക്കുക. 180 മോർ പ്രൊഡക്ട്സ് അണ്ടർ CBR. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ച് സ്റ്റീല്, അലൂമിനിയം, സിമെന്റ്, ഫെർട്ടിലൈസർ, ഇലക്ട്രിസിറ്റി, ഹൈഡ്രജൻ തുടങ്ങിയ കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്? ഇങ്ങനെ കാർബൺ ടാക്സ് ചുമത്തുന്ന സാധനങ്ങളിലേക്ക് വരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. കാർബൺ ടാക്സ് ഈ പ്രൊഡക്ട്സുകൾ യൂറോപ്യൻ യൂണിയനിലേക്ക് അയക്കുവാണെങ്കിൽ അവരെന്താണ്? ചുമത്തും. പക്ഷെ ഇത് മാത്രമല്ല, ഇനി ഏകദേശം 2028 ആകുമ്പോഴത്തേക്ക് 150 പ്രൊഡക്ട്സിലേക്ക് ഇത് കൂട്ടാൻ പോകുന്നു. ഇത് എന്തിനാണ്? നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളും കാർബൺ ടാക്സ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു കമ്പൽഷൻ ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇത് മാത്രമല്ല, ഇവിടെ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതൊരു നോൺ ടാരിഫ് ബാരിയർ ആയിട്ട് വർക്ക് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് യൂറോപ്യൻ യൂണിയനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്താണ് തടയുന്നതിനെയാണ് ബാരിയർ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ബാരിയർ ഉണ്ട്, ടാരിഫ് ബാരിയറും നോൺ ടാരിഫ് ബാരിയറും. ഇന്ത്യയിൽ നിന്ന് ഒരു 100 രൂപയുടെ സാധനം വരുവാണെങ്കിൽ അതിന്റെ മുകളിൽ ഒരു 50 രൂപ ടാക്സ് ചുമത്തുന്നതിനെയാണ് ടാരിഫ് ബാരിയർ എന്ന് പറയുന്നത്. നോൺ ടാരിഫ് ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടാരിഫ് ഒന്നുമില്ല, വേറെ രീതിയിൽ. ഉദാഹരണത്തിന് നമ്മൾ പറയാറുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത്ര എണ്ണവേ നമുക്ക് അവിടെ വിൽക്കാൻ പറ്റൂ. അതേ കണക്ക് ഒരു നോൺ ടാരിഫ് ബാരിയർ ആണ് എന്ത്? ഇപ്പം പറഞ്ഞ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. സോ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്. സോ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 2028 ആകുമ്പോൾ 150 പ്രൊഡക്ട്സിലൂടെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്.
ഇവിടെ ഇത് ഇൻക്ലൂഡഡ് ആവുന്ന പ്രൊഡക്ട്സിന്റെ കാര്യമാണ്. ഇതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത്. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ അത് കൂടുതൽ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഈ പാരീസ് എഗ്രിമെന്റിന്റെ ഒക്കെ ബേസിലാണ് ഇന്ന് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. സോ ഇന്ന് 17-ാം തീയതിയിലത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാം ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് പറഞ്ഞതാണ്. ഓക്കെ, സോ 3 പ്രധാനപ്പെട്ട ന്യൂസുകളാണ് അന്നുണ്ടായിരുന്നത്. എല്ലാ ദിവസവും എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് ഇത്രയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ 3 ന്യൂസുകൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കൺഫ്യൂഷൻ ആകുന്നുണ്ടോ? എനിക്ക് അറിയത്തില്ല നിങ്ങളുടെ ഒരു ലെവല്, നിങ്ങളുടെ സിറ്റുവേഷൻ, അതുകൊണ്ടാണ്. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? നമുക്ക് ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യെസ് ഓർ നോ? കംഫോർട്ടബിൾ ആണെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ എന്നൊന്ന് റിപ്ലൈ തരാമോ? കംഫോർട്ടബിൾ ആണോ? മനസ്സിലാവുന്നുണ്ടോ? യെസ് സർ. നമ്മൾ പതുക്കെ സ്പീഡേ കൂടും. നിങ്ങൾ ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സ്പീഡ് നല്ല രീതിയിൽ കൂട്ടും. അപ്പൊ ഒന്ന് ജസ്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നോസ്ട്രോ വോസ്ട്രോ അക്കൗണ്ട്സിനെ കുറിച്ചുള്ള 2 സ്റ്റേറ്റ്മെന്റുകളാണ്. നോസ്ട്രോ വോസ്ട്രോ അക്കൗണ്ട്സ്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് ഗൈസ്, നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാനുള്ള കണ്ടന്റ് ആണ് ഇത്. നിങ്ങൾക്ക് ക്യാപ്ഷനകത്ത് നിങ്ങളുടെ വീഡിയോ കോഴ്സ് ആഡ് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് പോയാലോ? ഓക്കെ, ആർഷ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ബി ആണ് ആൻസർ വരുന്നത്. നമുക്ക് അനലൈസ് ചെയ്യാം. എ നോസ്ട്രോ അക്കൗണ്ട് refers to an account maintained by a bank in a foreign country in that country's currency. ശ്രദ്ധിക്കുക, നോസ്ട്രോ എന്ന് പറയുമ്പോൾ അവർ മണി. നമ്മൾ ആലോചിക്കണം, നോസ്ട്രോ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മണി. ഇന്ത്യയിലെ SBI എന്ന് പറയുന്ന ഒരു ബാങ്കിന്റെ മണി. ഓക്കെ, നമ്മൾ എന്താണ് വേറൊരു കൺട്രി അമേരിക്കയിലെ എന്ന് പറയുന്ന എന്താണ് ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടു ഡോളേഴ്സ്. അതാണ് എന്ത്? നോസ്ട്രോ. നോസ്ട്രോ അക്കൗണ്ട് റെഫേഴ്സ് ടു ആൻ അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ എ ബാങ്ക് ഇൻ എ ഫോറിൻ കൺട്രി. ശ്രദ്ധിക്കുക, ഇവിടെ തന്നെ തെറ്റാണ്. നോസ്ട്രോ അക്കൗണ്ട് റെഫേഴ്സ് ടു ആൻ അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ എ ബാങ്ക് ഇൻ ഫോറിൻ കൺട്രി. ബാങ്ക് ഇൻ ഫോറിൻ കൺട്രി അല്ല ഓണർഷിപ്പ്. SBI ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹിയർ വി ക്യാൻ സീ ദാറ്റ് SBI ഈസ് മെയിൻറ്റെയിനിങ് ആൻ അക്കൗണ്ട് ഓവർസീസ്. ഓക്കെ, സോ SBI എന്ന് പറയുന്നത് ലൈക്ക് എന്താണ്, ആ രാജ്യത്തിനകത്ത കൺട്രി അല്ല. ഓക്കെ, ഫോറിൻ കൺട്രിയിലെ ബാങ്ക് അല്ല, നമ്മുടെ ഡൊമസ്റ്റിക്, നമ്മുടെ കൺട്രിയിലാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തത്, എ വോസ്ട്രോ അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ എ ഫോറിൻ ബാങ്ക്. ഒരു ഫോറിൻ ബാങ്ക് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ശരിയാണ്. അമേരിക്കയിലെ A എന്ന് പറയുന്ന ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇൻ എ ഡൊമസ്റ്റിക് ബാങ്ക് ഇൻ ഡൊമസ്റ്റിക് കറൻസി ഇൻ ആൻ ഇന്ത്യൻ ബാങ്ക്. അതെ, ഇന്ത്യയില് SBIയില് A എന്ന് പറയുന്ന ബാങ്ക് ഡൊമസ്റ്റിക് കറൻസിയിൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് വോസ്ട്രോ അക്കൗണ്ട്. സോ അത് ശരിയാണ്. ഓക്കെ, നോസ്ട്രോ അക്കൗണ്ടിനെ യുവർ മണി അവർ ബാങ്ക് എന്നല്ല, അവർ മണി യുവർ ബാങ്ക് എന്നാണ് പറയുന്നത്. അവർ മണി യുവർ ബാങ്ക്. സോ അതും തെറ്റാണ്. സോ ആൻസർ ഇതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വേറൊരു കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, എന്നാലും നമ്മൾ ഈ റൂറൽ ഏരിയയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പറയുന്ന അനുസരിച്ച് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ? ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? എനി ഐഡിയ? ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്?
എനി ഐഡിയ? നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചോ? അതിൻ്റെ കൂടെ ഞാൻ പറയുന്നതിന് ഉത്തരം പറഞ്ഞു പോവുക. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? എനി ഐഡിയ? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അത് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നറിയാവോ? ഞാൻ ടോട്ടൽ പറയാം. ഈ 2024, ഓക്കെ, 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 അല്ല 2025 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2025 പബ്ലിഷ് ചെയ്ത് 148 കൺട്രീസ് ഉണ്ട്. ഈ 140 കൺട്രീസ് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് പാകിസ്ഥാനാണ്. ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ആരാന്നറിയാവോ? ആരായിരിക്കും ഫസ്റ്റ് നിൽക്കുന്നത്? ഐലൻഡ് ആണ്. ഓക്കെ, ഐസ്ലൻഡ് ആണ്. ഓക്കെ, ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ എനി ഐഡിയ? 131. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2025 2024 അല്ല, ചിലപ്പോൾ 24 എന്നുള്ള ഡേറ്റ തരാറുണ്ട്. 2025 2025 തന്നിരിക്കുന്ന പുതിയ ഡേറ്റ അനുസരിച്ച് 148 കൺട്രീസിൽ 131 ആരാണ്? ഇന്ത്യയാണ്. വളരെ ശരിയാണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഈ വേൾഡ് എക്കണോമിക് ഫോറം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2006 2006 മുതൽ 19 തവണ എന്താണ് ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മറക്കരുത്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ ഹാസ് അച്ചീവ്ഡ് കംപ്ലീറ്റ് സോറി നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുന്നില്ലായിരുന്നു. ഇന്ത്യ ഹാസ് അച്ചീവ്ഡ് കംപ്ലീറ്റ് ജെൻഡർ പാരിറ്റി ഇൻ എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ്. ശരിയാണോ തെറ്റാണോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? സ്പീഡപ്പ് പറഞ്ഞോളൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? പറയൂ. തെറ്റല്ലേ? എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താണ് കംപ്ലീറ്റ് ജെൻഡർ പാരിറ്റി നേരിട്ട് നമ്മള് 148 രാജ്യങ്ങളിൽ 131 നിൽക്കുന്ന ആൾക്കാരാ. നമ്മൾ എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റിൽ പാരിറ്റി നേടിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇന്ത്യ സ്റ്റാൻഡ്സ് അറൌണ്ട് 45%. ശരിയാണോ തെറ്റാണോ? നിങ്ങളൊന്ന് ഗസ്സെങ്കിലും ചെയ്യാവോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, സോ ഒന്നില്ലാത്ത ബി പോയി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇവിടെ കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല, നമുക്ക് ആൻസറിലേക്ക് എത്തണം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? ഒന്ന് പറയാൻ ശ്രമിച്ചേ. ഗസ്സെങ്കിലും ചെയ്. യെസ് ഓർ നോ? ശരിയാണ്. യെസ്. ശരിയാണോ? ഹർഷ പറഞ്ഞോളൂ. ശരിയാണ്. ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 40 to 45% ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റീസെന്റ് ഉള്ള ഡേറ്റയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയിലാണ് ആ ഡേറ്റ കാണുന്നത്. നമ്മൾ ഇതിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഓവറോൾ നമുക്ക് 40% ആണ്. റൂറൽ ഏരിയയിൽ 45% ആണ്. അർബൻ ഏരിയയിൽ 28% ആണ്. സോ ഈ 40 അറൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റല്ല, അത് ശരിയാണ്. സോ ആൻസർ എന്താണ്? ആൻസർ നമ്മുടെ ഇവിടെ 1, 3 ശരിയാണ്. ആൻസർ ഏതാണ്? എ ആണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഈ സെക്ഷനിൽ നമുക്ക് വരും. ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്ട്ലി ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. വിച്ച് ഓഫ് ദ, ഞാൻ നേരത്തെ പഠിപ്പിച്ച് ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ടേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം? നമ്മൾ ശ്രദ്ധിക്കുക, യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന കൺട്രി അവരുടെ രാജ്യത്തിനകത്തേക്ക് എന്താണ് കാർബൺ എമിഷൻ എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ നടത്തിയിട്ട് ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യാൻ റെസ്ട്രിക്ഷൻ ഇടുന്നതാണ് ഈ ഒരു പോളിസി. ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. എ എന്ന് പറയുന്നു ആർഷ. 1, 2, അതെ, എ ശരിയാണ്. ടെക്സ്റ്റൈൽസ് ഉൾപ്പെടുത്തില്ല.
നമ്മൾ ഒന്നും കൂടെ നമുക്ക് മനസ്സിൽ ഓർക്കാം. ഇവിടെ പ്രധാനമായിട്ടും എത്ര പ്രൊഡക്ട്സ് ആണുള്ളത്? സ്റ്റീല്, ഓക്കെ, അലൂമിനിയം, എന്താണ്? സ്റ്റീല്, അലൂമിനിയം, സിമെന്റ്, ഫെർട്ടിലൈസേഴ്സ്, ഓക്കെ, ഇലക്ട്രിസിറ്റി, ഹൈഡ്രജൻ തുടങ്ങിയ കാര്യം, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അവിടെ എന്ത് വരുന്നില്ല? ടെക്സ്റ്റൈൽസ് വരുന്നില്ല. സോ ഡയറക്റ്റ് ആൻസറിലേക്ക് എത്തുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സോ അതിനു മുമ്പ് നമ്മൾ ഈ ഗ്ലോബൽ ജെൻഡർ പാരിറ്റി പ്രോഗ്രസിന്റെ കാര്യം പറയാണ്. എന്നാൽ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കറണ്ട് അഫയേഴ്സിൽ 68.8% എന്താണ് ജെൻഡർ ഗ്യാപ്പ് കുറച്ചു. ഓക്കെ, ഇനിയും എന്താണ് 123 വർഷങ്ങൾക്ക് ശേഷമാണ് ഇക്വാലിറ്റി വരുന്നത്. ഓക്കെ, വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഇത് തരുന്നത്. ഐസ്ലൻഡ് ആണ് ഫസ്റ്റ് നിൽക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് 19 വർഷമായി. 16ാമത്തെ വർഷം ആരാണ്? ഐസ്ലൻഡ് ആണ്. ഓക്കെ, 92.6%ലും ഈ ഗ്യാപ്പ് അവർ അടച്ചിട്ടുണ്ട്. ഫിൻലൻഡ്, നോർവേ, UK, ന്യൂസിലൻഡ് എന്നാണ് വരുന്നത്. ഇന്ത്യയുടെ പെർഫോമൻസ് വളരെ ദാരിദ്ര്യം പിടിച്ചൊരു പെർഫോമൻസ് എന്ന് പറയാം. 127 2023. 2024 129 131 താഴോട്ട് പോവാണ്. നമ്മൾ പല ആസ്പെക്റ്റുകൾ നോക്കുന്നുണ്ട്, അതെല്ലാം താഴോട്ട് പോവാണ്. സോ ജസ്റ്റ് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ഇനി നമ്മള് നോക്കാൻ പോകുന്നത് ഇത് 15-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 17 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നമ്മൾ 15-ാം തീയതിയിലെ ന്യൂസ് പേപ്പറിൽ കണ്ട പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് ചെയ്യാം, എന്നിട്ട് ഇതിൽ ഒരു റിവേഴ്സ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3. Consider the following reports published by the International Monetary Fund. Which of the above reports are released by the IMF? നിങ്ങൾ ഓപ്ഷൻസ് റൈറ്റ് സൈഡിൽ കിടക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ പറയാൻ ശ്രമിക്കുക. 1 2 3 4 ആണോ? ഓക്കെ, 2 3 4 ആണോ? ഓക്കെ, 2 3 1 ആണോ? ഓക്കെ, ശ്രദ്ധിക്കുക. 1 2 3 ആണോ? ഓക്കെ, അത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. സോ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു പൂർവ്വ നോളജ് വെച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആർഷ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ ആൻസറിലേക്ക് 2 3 4. ഓക്കെ, എലിസബത്ത്. ഓക്കെ, എലിസബത്ത് ചോദിച്ചതായിരുന്നു അല്ലേ? ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആൻസർ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് അത് IMF-ന്റെ ആണ്. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് IMF-ന്റെ ആണ്. അത് കഴിഞ്ഞിട്ട് ഫിസ്ക്കൽ മോണിറ്റർ എന്ന് പറയുന്ന റിപ്പോർട്ടും ആരുടെയാണ്? IMF-ന്റെ ആണ്. ഏതാണ് IMF-ന്റെ അല്ലാത്തത്? IMF-ന്റെ അല്ലാത്തത് വേൾഡ് എക്കണോമിക് പ്രോസ്പെക്ട്സ് ആണ്. അത് വേൾഡ് ബാങ്കിന്റെ ആണ്. അതാരുടെയാണ്? വേൾഡ് ബാങ്കിന്റെ ആണ്. വേൾഡ് ബാങ്കിന്റെ ഒരു റിപ്പോർട്ടാണ്. സോ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. സോ നമ്മള് പ്രധാനമായിട്ടും ഇവിടെ നോക്കുവാണെങ്കിൽ വേണ്ട, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററി കോപ്പറേഷൻ, എക്സ്ചേഞ്ച് റേറ്റ് തുടങ്ങിയ കാര്യങ്ങളും ട്രേഡും എക്കണോമിക് ഗ്രോത്തിനും വേണ്ടിയൊക്കെ ഉള്ളതാണ്. IMF-ന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. IMF ഉണ്ടായ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. USA അമേരിക്കയിൽ ന്യൂ ഹാംഷെയർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ഈ ഒരു IMF-ന്റെ കൂടെ ഉണ്ടായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഏതാന്ന് പറയാവോ? അവരെ രണ്ടുപേരെയും ചേർത്താണ് ബ്രെട്ടൺ വുഡ്സ് ട്വിൻസ് എന്നറിയപ്പെടുന്നത്. എനി ഐഡിയ? IMF-ഉം എന്തുവാണ്? IMF വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. 1944 ഒരുമിച്ചുണ്ടായത്. ഇവരെ ബ്രെട്ടൺ വുഡ്സ് ട്വിൻസ് എന്ന് വിളിക്കാറുണ്ട്.
ഏതാണ് ആ കൂടെ ഉണ്ടായ ഇൻസ്റ്റിറ്റ്യൂഷൻ? എനി ഐഡിയ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. അറിയാം, എങ്കിലും അറിയാവോ? യെസ്, ഇല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞോളൂ, ഞാൻ പെട്ടെന്ന് പറയാം. ബ്രെട്ടൺ വുഡ്സിൽ ഒരുമിച്ചുണ്ടായത് നോ. നോ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നോ എന്ന് വിശ്വസിക്കുന്നു. വേൾഡ് ബാങ്ക് ഉണ്ട്, IMF-ഉം വേൾഡ് ബാങ്കും ഒരുമിച്ചുണ്ടായാണ്. ഇവർ രണ്ടുപേരെയും ചേർത്താണ് ബ്രെട്ടൺ വുഡ്സ് ട്വിൻസ് എന്നറിയപ്പെടുന്നത്. സോ നമ്മള് ഈ ഒരു IMF-ന്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കുക, ഞാൻ നോട്ട്സ് തരുന്നതായിരിക്കും. സോ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുകയും, ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്, പലതരത്തിലുള്ള ഫണ്ട് ഉണ്ട്. ഈ ഫണ്ടുകളുടെ ഡിവിഷൻസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. പലതരത്തിലുള്ള ഫണ്ടാണ് ഇതിനകത്ത് തരുന്നത്. എമർജൻസി ഫണ്ട്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഷോർട്ട് ടൈം ആയിട്ട് SBA എന്ന് പറയുന്നത് സ്റ്റാൻഡ് ബൈ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞ് ഷോർട്ട് ടൈം ആയിട്ട് കൊടുക്കുന്നതാണ്. അതേസമയം ഈ എക്സ്പെക്റ്റഡ് ഫണ്ട് ഫെസിലിറ്റി എന്ന് പറയുന്നത് ലോങ് ടൈമിൽ കൊടുക്കുന്നതാണ്. എമർജൻസി ഹെൽപ്പ് ആയിട്ടാണ് ഈ RCF ഒക്കെ കൊടുക്കുന്നത്. RCF, RP5 ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ പോളിസി എന്താണെന്നും ഇതിന്റെ സ്ട്രക്ചർ, ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഉണ്ട്, ഇന്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, എക്സിക്യൂട്ടീവ് ബോർഡ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അതിന്റെ ലിസ്റ്റും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് UNDP, ഇനി ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം, എന്നിട്ട് UNDP-യിലേക്ക് പോവാം. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. UNDP-യുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. UNDP-യുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സൂം ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വിത്ത് റെഫറൻസ് ടു യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റുകളുടെ അടിസ്ഥാനത്തിൽ ABC, ഈ 3 ഓപ്ഷൻസ് മതി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തത് സ്വന്തമായിട്ട് വായിക്കുക, എന്നിട്ട് ഞാൻ ഇടപെടാം. ഓക്കെ, നമുക്ക് ഓരോന്ന് ഞാൻ 2 മിനിറ്റ് തരാം, നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നോ എന്ന് പറയാം. നോ ഐഡിയ എന്ന് പറയാം. ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നോ എന്ന് പറയാം, ഇല്ലെങ്കിൽ ആൻസർ ചെയ്യാനൊന്ന് ശ്രമിക്കുക ബാക്കിയുള്ളത്. B. ഓക്കെ, സോ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. സോ ഞാൻ പറയുന്ന ശ്രദ്ധിക്കുക. UN, ഓക്കെ, UN എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ UN's പ്രിൻസിപ്പൽ ഏജൻസി ഫോർ പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് പോവർട്ടി റിഡക്ഷൻ. ഓക്കെ, ശ്രദ്ധിക്കുക, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ള കാര്യമാണ്. ഈ UNDP-യുടെ ലക്ഷ്യം എന്താണ്? UNDP-യുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? UNDP-യുടെ മെയിൻ ആയിട്ടുള്ള അജണ്ട പോവേർട്ടി റിഡക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അടുത്തത്, അത് ശരിയാണ്. ഇറ്റ് ഈസ് ഹെഡഡ് ബൈ അഡ്മിനിസ്ട്രേറ്റർ ഹൂ ഹോൾഡ്സ് എ റാങ്ക് ഓഫ് അണ്ടർ സെക്രട്ടറി ജനറൽ ഓഫ് ദ. അത് അണ്ടർ സെക്രട്ടറി ജനറൽ റാങ്ക് ഉള്ള ആളാണ് അത് ഹെഡ് ചെയ്യുന്നത്. അടുത്തയാണ്, ഇറ്റ് ഫങ്ഷൻസ്
അണ്ടർ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് UN സെക്യൂരിറ്റി കൗൺസിൽ. അല്ല, ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ അണ്ടറിലല്ല, UN-ന്റെ ഒരു അണ്ടറിലല്ല. ഇതൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ UNDP എന്ന് പറയുന്ന കാര്യം, UNDPക്ക് വോളണ്ടറി എന്ന് പറഞ്ഞാൽ കമ്പൽസറി ഫണ്ട് കളക്ഷൻ ഇല്ല. മെമ്പർ നേഷൻസ് വോളണ്ടറി ആയിട്ട് കുറെ ഫണ്ട് കൊടുക്കുന്നതാണ് UNDP. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കൺട്രോൾ ഇല്ല, കുറച്ച് ഫ്രീഡം ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ആര്, UNDP. ഇവരുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ഇതിനകത്താണ് HD ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത്. ഇതൊക്കെ കൊണ്ടുവരുന്ന UNDP ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ അറിയേണ്ടത്. അണ്ടർ സെക്രട്ടറിയുടെ റാങ്ക് ഉള്ള ഒരാളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ മുകളിൽ ആ കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. ഓക്കെ, സോ ഫാർ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കിടക്കുവാണ്. അതിനു മുമ്പ് ഞാൻ കുറച്ച് ടൈം ഗ്യാപ്പ് തരട്ടെ, ഒരു 5 മിനിറ്റ് ഫ്രീ തരട്ടെ. ഒരു 6:03 ആവുമ്പോൾ വന്നാൽ മതി. അതിനു മുമ്പ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? 2 മിനിറ്റ് ഞാൻ ഡിസ്കഷന് വെക്കുവാണ്. സ്പീഡ് കുറച്ചും കൂടെ കൂട്ടാവോ? എനിക്ക് സ്പീഡ് ഒന്ന് കൂട്ടാനായിട്ടാണ്. കുറച്ചും കൂടെ സ്പീഡ് കൂട്ടിക്കോട്ടെ? ഒന്ന് റിപ്ലൈ തരണേ. അതോടൊപ്പം ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ സ്പീഡ് കൂട്ടി പതുക്കെ സ്പീഡ് കൂട്ടാ ഞാൻ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ, സോ നമുക്ക് കൃത്യം ഒരു 6:05 ആകുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഞാനൊന്ന് ബ്രേക്ക് തരുവാണ്. ബ്രേക്ക് വേണോ വേണ്ടയോ? ജസ്റ്റ് ബ്രേക്ക് വേണോ? ഞാൻ അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള ഫുള്ള് PYQ ലൈക്ക് ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക്സിന്റെ ഒരു 6-7 മാസത്തെ ഇല്ലെങ്കിൽ ഒരു വർഷത്തെ നോട്ട്സും ഞാൻ നാളത്തെ ക്ലാസ് കഴിയുമ്പോൾ തരും. നാളത്തെ ക്ലാസ് സ്പീഡേ പോവും. ഇന്ന് ബഡ്ജറ്റും എക്കണോമിക്സ് സർവേയും തീർക്കുകയും കൂടെ ചെയ്യും. ബ്രേക്ക് വേണോ വേണ്ടയോ ഒന്ന് പറയണേ. അതും കൂടി ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. യെസ് ഓർ നോ? ബ്രേക്ക് വേണോ വേണ്ടയോ? ഞാൻ കൃത്യം 6:05-ന് സ്റ്റാർട്ട് ചെയ്യാം. 5 മിനിറ്റ് ബ്രേക്ക് തരാം. ഓക്കെ, സോ ബ്രേക്ക് വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേണ്ടെങ്കിൽ പറയാം. സോ 5 മിനിറ്റ് ഞാൻ ബ്രേക്ക് വരുവാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും റീജോയിൻ ചെയ്യുക കേട്ടോ. സോ താങ്ക് യു ഫോർ ഓക്കെ.